ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബസ്ബൂസയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു അറബിക് സ്വീറ്റ് കേക്കാണിത്. റവ കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം ബസ്ബൂസ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബദാമിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാറ്റി അതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി വിട്ട് വരും. ഇതുപോലെ തന്നെ എല്ലാ ബദാമും ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സിറപ്പി കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇതിനൊന്ന് തിളപ്പിക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ മുട്ടയാണെങ്കിൽ 3, വലിയ മുട്ടയാണെങ്കിൽ 2 ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉരുക്കിയെടുത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. ചൂടോടെയല്ല, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കോഴിമുട്ടയും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തൈരും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. തരിതരിയായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കണം. തീരെ ഫൈനായിട്ടുള്ള റവ ചേർക്കരുത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീരെ പൊടി പോലുള്ള റവ ചേർത്ത് കൊടുത്താൽ ബസ്ബൂസയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് തരിയുള്ള റവ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് അരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാനാണ് എടുത്തിട്ടുള്ളത്. 9 ഇഞ്ചിൻ്റെ 2 പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ 2 പാനിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ 2 പാനും ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഈ ബാറ്റർ ഞാൻ 2 പാനിലായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിരുന്ന ബദാം വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ എളുപ്പമുണ്ടാവും. നമുക്കിത് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 ടിന്നിലും ഞാനിതുപോലെ ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്.
നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ടോപ്പ് ഒന്ന് കളർ മാറി ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. സിറപ്പ് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്കിന് നല്ല ചൂടുണ്ടായിരിക്കുകയും വേണം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പിൽ നിന്ന് പകുതി ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പകുതി മറ്റേ കേക്ക് ടിന്നിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ഈ ഷുഗർ സിറപ്പെല്ലാം നല്ലതുപോലെ അതിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ബസ്ബൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.